അപ്പൊ ഉൽപ്പത്തി പുസ്തകം 2 അധ്യായം ഒടുവിലത്തെ 49, 50 2 അധ്യായം 2 വ്യക്തികളുടെ പ്രധാനപ്പെട്ട മരണമാണ്. ഒന്ന് യാക്കോബിന്റെ മരണം, 2 യോസെഫിന്റെ മരണം. നിങ്ങൾക്ക് ആ ഭാഗം അറിയാം. യാക്കോബ് മരിക്കുന്നതിന് മുന്നേ പിള്ളേരെ എല്ലാം വിളിച്ച് കാര്യമെല്ലാം പറഞ്ഞു. എല്ലാം ക്രമീകരിച്ചാ യാക്കോബ് മരിച്ചത്. പിള്ളേരോട് പറയേണ്ടതല്ല ആള് തെറ്റിയൊന്നും പറഞ്ഞില്ല. ബോധക്കേട് പറഞ്ഞേച്ച് പോകുമല്ലായിരുന്നു മൂപ്പില. ചേട്ടനോട് പറയേണ്ടത് അനിയനോട് പറഞ്ഞ്, അനിയനോട് പറയേണ്ടത് അവൻ്റെ അനിയനോട് പറഞ്ഞ്, ആകെ കൊച്ചുങ്ങൾ അവസാനം കിടന്ന് അടി കൂടി കുഴയാനല്ല. കറക്റ്റ് കാര്യം പറഞ്ഞാച്ചാ യാക്കോബ് മരിച്ചത്. ഞാനൊരു കാര്യം പ്രായമുള്ളവരോടും, ഇപ്പം മരണം ഏത് സമയത്ത് ആർക്കും സംഭവിക്കുക, എന്നാലും പകലും പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, പറയേണ്ടതെല്ലാം പറഞ്ഞോണം. മക്കളെയും കൊച്ചുമക്കളെയൊക്കെ വിളിച്ച് ആധാരത്തിൻ്റെ എന്തെങ്കിലും കുരുക്കുണ്ടെങ്കിൽ അതൊക്കെ അഴിച്ചേച്ച് വേണം പോകാൻ. ചുമ്മാ അവിടേക്ക് അപ്പച്ചൻ മരിച്ചു അങ്ങനെ പോകരുത്. വില്ലേജ് പോകേണ്ടതുണ്ടെങ്കിൽ പിള്ളേരെയും കൂട്ടി അവിടെ പോയി അതിൻ്റെ എഴുത്തുകുത്തുകളോ ആക്കണം. ഭാഗോടമ്പടി വെക്കുന്നുണ്ടെങ്കിൽ അത് ഇന്നട ഇന്നയാക്ക്, ഇന്നട ഇന്നയാക്ക്. അത് വേണേ ഒന്ന് എഴുതിക്കോ, വെണ്ടർ പറഞ്ഞു തരും. കാലശേഷം കൊള്ളിച്ചു വെച്ചാൽ മതി. കാലശേഷം നേരത്തെ എഴുതി കൊടുക്കരുതേ, വെട്ടിനകത്താകുവേ. അങ്ങനെ എത്ര എണ്ണം വെട്ടിനകത്തായി? അയ്യോ കൊണ്ട് വൃദ്ധസദനത്തിൽ കൊണ്ടിട്ടേക്കുന്നു. ഞാൻ പെന്തിക്കോസുകാരുടെ കാര്യമാണ് പറഞ്ഞത്. മറ്റവരുടെ അവിടെ നിൽക്കട്ടെ, കോസുകാരാണല്ലോ കൂടുതലും. അമേരിക്കയിലും പേർഷ്യയിലും ഒക്കെ ആ സ്വന്തം സഹോദരങ്ങളെ വിസ്തരിക്കുന്നില്ല. സ്തോത്രം. ഞാൻ പറയുന്നില്ല, അവരും ചിലപ്പോൾ ഓൺലൈനിലുണ്ട്. വെറുതെ എന്തിനാ ആലോക്യം ഉണ്ടാക്കുന്നു? വസ്തുവിനെ അടിപിടി കൂടി അവസാനം ഇതെല്ലാം എഴുതി കൊടുത്ത് ഇപ്പം ആരുമില്ല. ആണ്ട് ആശ്വാസവന് കിട ആരുമില്ലെന്ന്. അതുകൊണ്ടാണ് ഞാൻ നല്ല ബുദ്ധി പറഞ്ഞു തന്നേ ഉള്ളൂ. അലോഗ്യം ഉണ്ടാക്കാൻ പറഞ്ഞതല്ല, അലോഗ്യം ഉണ്ടാകാതിരിക്കാൻ മുന്നേ പറഞ്ഞതാണ്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ പറയേണ്ടതൊക്കെ പറഞ്ഞേച്ചേ പോകാം. പിള്ളേർ വന്ന് പറയാം, അപ്പച്ച അമ്മച്ചി ഇതിലോട്ട് ഒപ്പിട്, നിങ്ങൾക്ക് ലോൺ കിട്ടുകയല്ല, ഞങ്ങൾക്ക് ലോണ് കിട്ടുകയുള്ളൂ, ഒന്ന് ഒപ്പിട്ട് കൊടുക്കരുതേ. ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക, കൊടുത്തു പോയി ഫാസ്റ്റ്, കൊടുത്തു പോയി, ഇനിയും പ്രാർത്ഥിക്കരുത്, ദൈവം മടി തുറക്കും, അല്ല എന്നാ ചെയ്യാൻ? കൊടുക്കരുത് കൊടുക്കരുത് കൊടുക്കരുത്. ഒരെണ്ണത്തിനെ വിശ്വസിക്കാൻ ജംസാനും കൊടുക്കരുത്. കാലശേഷമേ കൊടുക്കാവുള്ളൂ. കൊടുത്തോ? പിള്ളേരോട് വൈരാഗ്യം ഉണ്ടായിട്ടല്ല, ലോകം അങ്ങനെയൊക്ക അന്തരീക്ഷം അതാണ്. കർത്താവ് വരാൻ താമസിച്ചാൽ നിങ്ങളുടെ കാലശേഷം നിങ്ങളുടെ മക്കൾക്കുള്ളതാണ്, അതിനൊരു തർക്കവും ഇല്ല. വേറെ ആരും. പക്ഷേ സ്തോത്രം, എൻ്റെ അമ്മ പറയുമായിരുന്നു, അമ്മ കൊടുത്തില്ല കേട്ടോ, ഇപ്പോഴും 3.5 സെന്റ് അമ്മയുടെ പേരില്ല, വേറെ ഉണ്ട്, അതെഴുതി തന്നു. അമ്മ പറഞ്ഞു, 3.5 എനിക്ക് കിടക്കട്ടെന്ന്. അമ്മ പറഞ്ഞ ഭാഷയാ, ഭാഷ അത്ര നല്ല. അമ്മ പറഞ്ഞടാ, ഞാൻ തെണ്ടിയ ചാനലിലും വന്നാൽ എനിക്ക് കയറി കിടക്കരുതോ? അങ്ങനൊന്നും ഇടയായില്ല, ഇട വന്നുമില്ല, വേറൊരു വിഷയം. എന്നാലും ആ പറഞ്ഞ പദമാണ് എപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. എനിക്ക് വടിയും കുത്തി നടന്ന് തെണ്ടിയ ചാനലിലും കയറി ആരും ഇറക്കി വിടുകയല്ലോ. കാലം അങ്ങനത്തതാണ്. അലോഹ്യം ഉണ്ടാക്കാൻ പറഞ്ഞതല്ല. മണ്ണിനും ഈ പണത്തിനും വേണ്ടി മനുഷ്യൻ കടന്നങ്ങ് കടിപിടി കൂട്ടുകല്ലേ. അതുകൊണ്ട് യാക്കോബ് മരിക്കുന്നതിന് മുമ്പ് പിള്ളേരെയെല്ലാം വിളിച്ച് ഭാവികാലം സംബന്ധിച്ച് ദൂത് പറഞ്ഞു. കൂടി വരുവീൻ, ഭാവികാലത്ത് നിങ്ങൾക്ക് സംഭവിക്കാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും. യാക്കോബിന്റെ പുത്രന്മാര് കൂടി വന്ന് നിങ്ങളുടെ അപ്പനാകുന്ന വായിക്കാൻ, പിന്നെ നിങ്ങളുടെ അപ്പനായി വായിക്കുന്ന അവിടെ ഇരുത്തിയേക്കുന്നത്, പിന്നെ വായിക്കണോ? വായിച്ചോ വായിച്ചു വായിക്കും. രൂപേനെ, നീ എന്റെ ആദ്യജാതൻ. അല്ല, 1 മുതൽ വായിക്കും. അനന്തരം യാക്കോബ് തന്റെ പുത്രന്മാരെ വിളിച്ച് അവരോട് പറഞ്ഞത്, കൂടി വരുവീൻ കൂടി വരുവിൻ. ഈ കൂടി വരുവിൻ എന്ന് പറയാൻ കാര്യം, ഇതുങ്ങളെല്ലാം കൂടെ കൂടുകയല്ല. 12 എണ്ണം ഉണ്ട്, 12 കൂടെ യോജിക്കത്തില്ല. യോജിക്കായിരുന്നു എന്ത് നല്ലതായിരുന്നു അല്ലേ? എന്ത് നല്ലതായിരുന്നു. ക്രൈസ്തവരെല്ലാം കൂടെ ഒന്ന് യോജിച്ച് നിന്നിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു അല്ലേ? റോമൻ കാത്തലിക്സ്, സിറിയൻ കാത്തലിക്സ്, മലങ്കര കാത്തലിക്സ്, അങ്ങനെ അത് തന്നെ പലതുണ്ട്. കനാനായ കത്തോലിക്കര്, അത് തന്നെ ലത്തീൻ കത്തോലിക്കര്, കനാനായ യാക്കോബ, കനാനായ കത്തോലിക്കര്, പിന്നെ സിറിയൻ യാക്കോബിറ്റ്, ഓർത്തഡോക്സും യാക്കോ, അത് തന്നെ പലത്. പിന്നെ മാർത്തോമ, ഇവാഞ്ചലിക്കാര്, CMS, CSI, ആംഗ്ലിക്കന്, പെന്തിക്കോസുകാര്, ബ്രദറുകാര്, ഇവാഞ്ചലിക്കാര്, സാൽവേഷൻ ആർമി, അങ്ങനെ എത്ര വിഭാഗങ്ങളാണ്. ഇതെല്ലാം കൂടെ ഒന്ന് ഉപദേശത്തിലല്ലി പറഞ്ഞത്, അല്ലാതൊരു യോജിപ്പേ.
പണ്ട് കോയിപ്പള്ളി അവതച്ചൻ പറഞ്ഞ പോലെ ഒരിക്കലും സാധ്യമല്ല. പുള്ളി ഒരിക്കലും പറഞ്ഞു, എന്തുകൊണ്ട് നമുക്കിവിടെ ഒരു പോർട്ട് വന്നുകൂടാ? പ്രസംഗത്തിൽ ചോദിച്ചു, എന്തുകൊണ്ട് ഇവിടെ ഒരു പോർട്ട് വന്നുകൂടാ? പുള്ളി അത്രയ്ക്ക് ലോകപരമായി വലിയ ജ്ഞാനമുള്ള ആളല്ല. പുള്ളി എന്തുകൊണ്ട് ഇവിടെ ഒരു പോർട്ട് വന്നുകൂടാ? അപ്പൊ പുറകിരുന്ന പുള്ളി ഇപ്പായിപ്പെട്ടു. പോർട്ടെന്ന് പറഞ്ഞാൽ എന്നാ? ആ പോർട്ട് എന്നാ? പുള്ളി എയർപോർട്ടൊക്കെ ഉദ്ദേശിച്ചാൽ പോർട്ടെന്ന് പറഞ്ഞാൽ കപ്പൽ വന്ന് അടുക്കുന്ന സ്ഥലമാണ്. പിന്നെ പുള്ളി തിരിഞ്ഞിട്ട്, വിഡ്ഢി, ഇത് നേരത്തെ എന്നോട് പറയണ്ടായിരുന്നു. ഉടനെ തിരിഞ്ഞേച്ച് പറഞ്ഞു, ഒരിക്കലും സാധ്യമല്ല എന്ന് പറഞ്ഞ പോലെ ഇതുങ്ങളെല്ലാം കൂടെ ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയായിരുന്നു, നല്ലതായിരുന്നു. പക്ഷേ ഒരിക്കലും സാധ്യമല്ല. ഇനി വിവിധ സഭകൾ അങ്ങ് പോകട്ടെ. വേട്ടമല്ല പീലിപ്പോച്ചൻ പണ്ടൊരു പാട്ട് പാടി. അന്ന് വേർപാടും, അന്ന് വേർപാടും, പിന്നെ CSIലത്തിനും ലണ്ടനും ചർച്ചിലും യേശുവിൽ ഒന്നാകും. അത് പീലിപ്പോച്ചന്റെ ആഗ്രഹമാണ്, നടക്കുകയല്ല, നടക്കത്തില്ല. പിന്നെ ഞാനിങ്ങനെ പറയും, ഇതിൽ നിന്നെല്ലാം കൂടെ യേശു ക്രിസ്തുവിന് രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടം ഒന്നാകും. അത് നടക്കും, അത് നടക്കാൻ സാധ്യതയുണ്ട്. അല്ലാതെ നടക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പൊ ശ്രദ്ധിക്കുക, പല വിഭാഗക്കാരുണ്ട്. ഒറ്റക്കെട്ടായ എന്ത് നല്ലതാ. ഇനിയും ഇതുങ്ങളെല്ലാം പോട്ടി പെന്തിക്കോസുകാരെല്ലാം കൂടെ ആട്ടെ. നിങ്ങളിൽ ചിലരിപ്പോഴൊക്കെ അയാൾ പയ്യെ പിന്നെയും തുടങ്ങി എന്ന് ഇപ്പൊ ചിന്തിക്കുക. അതുകൊണ്ട് ഞാൻ ആ ഭാഗം വിവരിക്കുന്നില്ല, വിട്ടേക്കാം. ഈ പിള്ളേരെല്ലാം കൂടെ ഒന്നിച്ച് കൂടുകയില്ല. അതുകൊണ്ടാ മരിക്കുന്നതിന് മുന്നേ യാക്കോബ് പറഞ്ഞു, കൂടി വരുവീൻ, ഭാവികാലത്ത് നിങ്ങൾക്ക് സംഭവിപ്പാനുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കും. യാക്കോബിന്റെ പുത്രന്മാരെ, കൂടി വന്ന് നിങ്ങളുടെ അപ്പനാകുന്ന ഇസ്രായേലിന്റെ മുടിക്ക് ചെവി തരുവീൻ. എന്നിട്ട് ഇത് വിളിച്ചപ്പോൾ അപ്പന്റെ കിടക്കട ചുറ്റും പിള്ളേരെല്ലാം കൂടെ 12 എണ്ണം വന്ന് വട്ടം കൂടി. അപ്പം മരിക്കാൻ പോവുക. അപ്പോൾ മരിക്കുന്നതിന് മുന്നേ അപ്പച്ചൻ എന്തുവാ പറയുന്നത് എന്ന് കാണാനും കേൾക്കാനും അറിയാനും. എൻ്റെ ഭാഷ പറഞ്ഞ അപ്പനിങ്ങനെ കട്ടിലേക്ക് കിടക്കുന്ന 147 വയസ്സുണ്ട്, ജരാതര ബാധിച്ച് ശയ്യാവലംബനായി, ശരീരമെല്ലാം ചുക്കിച്ചുളിഞ്ഞ് കണ്ണിൻ്റെ കാഴ്ചയ്ക്കും അല്പം നഷ്ടപ്പെട്ട് ഇങ്ങനെ മരണത്തെ പ്രതീക്ഷിച്ച് അപ്പനിങ്ങനെ കിടക്കുക. മരിക്കുന്നതിന് മുന്നേ ഭാവികാലം സംബന്ധിച്ച് കുഞ്ഞുങ്ങളോട്, ഗോത്രങ്ങളോട്, ഗോത്ര സമുച്ചയത്തോട്, നിങ്ങളുടെ സന്തതികളുടെ മേൽ, സന്തതികളുടെ സന്താനങ്ങളുടെ മേൽ എന്തൊക്കെ സംഭവിക്കുമെന്നുള്ള കാര്യം കാലേക്കൂട്ടി കണക്കിട്ട് ഇടയ്ക്കിടയ്ക്കായിട്ട് പറയാൻ അപ്പനിങ്ങനെ കിടക്കുമ്പോൾ പിള്ളേരെല്ലാം അപ്പന്റെ കിടക്കട ചുറ്റും വന്നിങ്ങനെ വട്ടം കൂടി മുഖത്തോട്ട് നോക്കി, ചുണ്ടും കിറി നോക്കി ഇങ്ങനെ കിടന്നപ്പോൾ അപ്പൻ മൂത്തവനെ വിളിച്ചു, രൂപേനേ, നീ എന്റെ ആദ്യജാതൻ, എന്റെ വീര്യവും എന്റെ ശക്തിയുടെ ശക്തിയുടെ ആദ്യബലവും എന്റെ ബലത്തിന്റെ വൈശിഷ്ട്യവും ശ്രേഷ്ഠതയുടെ വൈശിഷ്ട്യവും തന്നെ വെള്ളം പോലെ തുളുമ്പുന്നവനെ ഗുണം വരികയല്ല. അത് ശ്രേഷ്ഠനാകുകയല്ലെന്നാ. അപ്പൊ രൂപേൻ മുതലങ്ങോട്ട് വിളിച്ചു. എല്ലാ ഭാഗവും എടുക്കുന്നില്ല. ബെന്യാമീൻ വരെ 12 വിളിച്ച് ഭാവികാലം സംബന്ധിച്ച് ദൂത് പറഞ്ഞേച്ച് ഇങ്ങനെ വായിക്കുന്നത്, കാലെടുത്ത് കട്ടിലെ വെച്ച് പ്രാണന് വിട്ട് പിതാക്കന്മാരോട് ചേർന്നെന്ന 33-ാം വാക്യമായിരുന്നു. യാക്കോബ് തന്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ച് തീർന്ന ശേഷം അവൻ കാൽ കട്ടിൽമേൽ എടുത്തു വെച്ച് പ്രാണനെ വിട്ട് തന്റെ ജനത്തോട് നല്ല മരണം. പിള്ളേരോട് പറയേണ്ടതെല്ലാം പറഞ്ഞ് തന്നെത്താൻ കാലെടുത്ത് വെച്ച് പ്രാണനെ വിട്ട് ചേർന്നു. എന്ത് നല്ല മരണമാണ്. ഞാനൊരു കാര്യം പറയാം, തന്നെത്താൻ കാലെടുത്ത് വെക്കാൻ ഒത്തില്ലെങ്കിലും കൊച്ചുങ്ങളെങ്കിലും എടുത്ത് വെക്കത്തക്ക വിധത്തിൽ വേണം കാര്യങ്ങൾ ക്രമീകരിക്കാൻ. ഇപ്പം മിക്കയിടത്തും കൊച്ചുങ്ങളൊന്നും കാലെടുത്ത് വെക്കാനൊന്നും ഇല്ല. ഒന്നെങ്കിൽ ഹോം നേഴ്സ്, അല്ലെങ്കിൽ ആയ, അല്ലെങ്കിൽ ഏതെങ്കിലും വേലക്കാരനോ വേലക്കാരിയോ, അല്ലെങ്കിൽ പിന്നെ നേഴ്സുമാരുണ്ടല്ലോ, അവരൊക്കെ എടുത്ത് വെക്കുന്നത്. വെള്ളമൊക്കെ വെള്ളം കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, സ്തോത്രം. അങ്ങനത്തെ കടന്നു പോക്കാം. പലർക്കും സങ്കടവും ഉണ്ട്, ബുദ്ധിമുട്ടും ഒക്കെ തോന്നാറുണ്ട്. എന്നാ ചെയ്യാനാ? അപ്പൊ എന്തായാലും യാക്കോബിന്റെ മരണം നല്ല മരണമാണ്. കാലെടുത്ത് കട്ടിലെ വെച്ച് പ്രാണനെ വിട്ട് പിതാക്കന്മാരോട് ചേർന്നു. ഉൽപ്പത്തി 49 50-ാം അധ്യായത്തിൽ യോസഫിന്റെ മരണമാണ്.
യോസേഫ് മരിക്കുന്നതിന് മുന്നേ സഹോദരന്മാരോട് പറഞ്ഞു, പിന്നെ ഞാൻ മരിക്കാൻ പോവാ, ദൈവം നിങ്ങളെ സന്ദർശിക്കും. അങ്ങനെ സന്ദർശിക്കുമ്പോൾ ഈ മിസ്രയീമിൽ നിന്ന് ദൈവം നിങ്ങൾക്കൊരു പുറപ്പാട് നൽകും. അങ്ങനെ പുറപ്പെട്ട് നിങ്ങളെ കനാനിൽ കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുമ്പോൾ എൻ്റെ അസ്ഥിയും കൂടെ ഇവിടെ നിങ്ങൾ കൊണ്ടുപോക്കണം. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? ഞാൻ ഏതാണ്ട് ദീർഘവർഷങ്ങൾ 10-80 ചില്ലുവാനും വർഷം ഈ മിസ്രയീമിൽ ജീവിച്ചെങ്കിലും ഞാൻ ഇവിടുത്തുകാരനല്ല, ഞാൻ അവിടുത്തുകാരനാണ്. ഞാനിവിടെ സാഹചര്യത്തിൻ്റെ സമ്മർദ്ദത്താലും ജീവിതത്തിൻ്റെ പ്രാരാബ്ദത്താലും കഷ്ടത ദൈവം എന്നെ അയച്ചതാ, ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നതാ. പക്ഷേ ഞാനിവിടെ ദീർഘവർഷം ഈ രാജ്യത്ത് ഈജിപ്തിൽ ജീവിച്ച് മന്ത്രി പദവിയിലൊക്കെ വന്നെങ്കിലും ഞാൻ ഇവിടുത്തുകാരനല്ല, ഞാൻ അവിടുത്തുകാരനാ. ദൈവം നിങ്ങളെ സന്ദർശിക്കും. ഞാനിപ്പോൾ മരിക്കും. മരിച്ചു കഴിയുമ്പോൾ ദൈവം നിങ്ങളെ സന്ദർശിച്ച് കനാനിലേക്ക് കൊണ്ടുപോകുമ്പോൾ എൻ്റെ അസ്ഥിയും കൂടെ ഇവിടുന്ന് കൊണ്ടുപോകണം. ഞാൻ ഇവിടുത്തുകാരനല്ല. ഈ ചിന്ത ദൈവമക്കളെ എപ്പോഴും ഭരിക്കണം. നമ്മൾ ഇവിടുത്തുകാരല്ല, നമ്മൾ അവിടുത്തുകാരാ. ആ നോട്ടോ ഇരിപ്പം കണ്ടിട്ട് ഇനി ഉലകത്തിൽ വസിക്കുവാൻ ഗതിയില്ലാത്ത ഗതി ഞാൻ, ഇണയില്ല കൂറും പ്രാവ് പോലെ രാപകൽ ഞരങ്ങുന്നു സൂര്യലോകെ ചേരുവാൻ. നാദ ഞരങ്ങുന്നു സൂര്യലോകെ ചേരുവാൻ. എൻ്റെ മണവാളനെ, എന്നിൽ കനിഞ്ഞവനെ, നിന്റെ വരവിനു. അറിയാവുന്നൊരു പാട്. മകരുണയോടനിയാനും സദാകാലം വിഭാഗത്തി നൊരുങ്ങുന്നു മണവാട്ടി ആയി ശോഭിപ്പാൻ. തിരഞ്ഞെടുത്തതുമോർത്തു വാഴ്ത്തുന്നേ, നിന്നെ തിരഞ്ഞെടുത്തതു ഓർത്തു വാഴ്ത്തുന്നേ. എൻ്റെ മണവാളനെ, എന്നിൽ കനിഞ്ഞവനെ, നിന്റെ വരവിനു താമസം ഏറെയാകുമോ? വരവിനു താമസം ഏറെയോ? ഇങ്ങനെ തന്നെ അങ്ങോട്ട് പോട്ടെ. അവൻ്റെ പേരെന്നെ പ്രൈസൻ. അങ്ങനെ പോട്ടെ, പ്രൈസാ. അപ്പൊ ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ ജീവിക്കുന്നെങ്കിലും ഇവിടുത്തുകാരല്ല, നമ്മൾ അവിടുത്തുകാരാ. ഈ ചിന്ത സദാസമയവും നമ്മെ ഭരിക്കണം. ഓടിച്ച് മുമ്പോട്ട് പോകാൻ സമയത്തെ ഭയപ്പെടുന്ന ഉൽപ്പത്തി പുസ്തകം 50 അധ്യായം, ഒടുവിലത്തെ 2 അധ്യായം, 2 മരണം, സകല മനുഷ്യന്റെയും അവസാന മരണമാ. ഒരു ദിവസം ഞാനും നിങ്ങളും ഇവിടം വിട്ട് പോകണം. ദൈവത്തിന്റെ മഹത്വം. പാട്ടുകാർ ഇന്നലെ ഇവിടെ പാടിയെന്ന് തോന്നുന്നു. ഇവിടെ ഞാൻ വെറും ഒരു, നിങ്ങൾ ഇന്നലെ ഇത് പാടിയെന്ന് തോന്നല്ലേ? ഇവിടെ ഞാൻ ഇന്നാണോ പാടിയ? ഒന്ന് പാടിക്കേ. അവിടെ ഇരുന്ന് പാടിക്കോ? അതോ ഇവിടെ നിന്നാലേ പാട്ട് വരുവുള്ളോ? പാടാൻ ഇവിടെ ഞാൻ വെറുമൊരു പരദേശി പോൽ, ഇവിടുത്തെ പാർപ്പിടമോ വഴിയമ്പലം. അപ്പൊ ശ്രദ്ധിക്കുക, ഞാനും നിങ്ങളിവിടെ പരദേശികളാണ്. നമ്മുടെ ആയുസ് അധികം നിലനിൽക്കുന്നതല്ല. ചാഞ്ഞു പോകുന്ന നട പോലെ, പുരപ്പുറത്തെ പുല്ല് പോലെ, ആവി പോലെ, ആ നിലത്തൊടിക്കുന്ന വെള്ളം പോലെ 4 വിരൽ നീളമാ. അവൻ ഏത് മനുഷ്യന് ഉറച്ചു നിന്നാൽ ഒരു ശ്വാസമാ. ഒരു ദിവസം ഞാനും നിങ്ങളും ഇവിടം വിട്ട് കടന്നു പോകണം. മനുഷ്യജീവിതം ക്ഷണികമാ. അധ്യാത്മ രാമായണത്തിൽ ഒരു ഭാഗമുണ്ട്. തുഞ്ചത്ത് രാമാനുജൻ എടുത്തച്ചം കൊടുത്ത നല്ല പദമാ. ആ പദത്തിൽ ഇങ്ങനെ, പോകങ്ങളോരോ ജനപ്രഭാചഞ്ചലം വേഗേന നഷ്ടമാം ആയുസുമോർക്ക നീ വക്കിനി സംതപ്ത ലോകസ്ഥാമ്പു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണമങ്കുരം. മായാമയമായി പരിണാമിയായൊരു കായം വികാരിയായി ഉള്ളന്നിതു ധ്രുവന്തേഹോഭിമാനം നിമിത്തമായി ഉണ്ടായ മോഹേന ലോകം ദഹിപ്പിപ്പതിന്നു നീ. മനുഷ്യജീവിതത്തിന്റെ ക്ഷണികതയാണ്.
ഭോഗങ്ങൾ ഓരോ ക്ഷണപ്രഭാചഞ്ചലം. ഭോഗം സുഖം. ഇവിടുത്തെ സുഖലോലുപതയൊക്കെ ക്ഷണപ്രഭ, മിന്നൽ പോല. മിന്നൽ അധിക നേരം നിൽക്കുകയല്ലോ, മിന്നി അങ്ങ് പോകുക. ഇതുപോലെ ഈ ലോകത്തിലെ സുഖജീവിതം. ഭോഗങ്ങൾ ഓരോ ക്ഷണപ്രഭാ ചഞ്ചലം, വേഗേന നഷ്ടമാം ആയുസുമോർക്ക നീ. നമ്മുടെ ആയുസ് വേഗം നഷ്ടപ്പെടുന്നതാ. അധിക കാലം ഒക്കത്തില്ല. ഇത് ചാഞ്ഞു പോകുന്ന നിഴല് പോലെ വേഗം നമ്മുടെ ആയുസ് പോകും. സ്തോത്രം. തോട്ടത്തിൽ മേരി വെനഞ്ഞി അല്ലയോ പാടിയത്, ഒരിക്കലും ഈ ജഗത്തെയും ജഡത്തെയും പിരിഞ്ഞ് നാം തിരിക്കണം, വിസമ്മതങ്ങളൊന്നുമേ ഫലപ്പെടാ. പോകണം. സമർത്ഥനായ സീസറും പ്രശസ്തനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും എല്ലാവരും അമർന്നുപോയി, അവൻ മറഞ്ഞുപോയി. അതുകൊണ്ട് ഒരു കാര്യം പറയാം, മനുഷ്യജീവിതം ക്ഷണികമാ. മൂത്താമ്പാക്കൽ ഉപദേശി പാടിയ പാട്ട് നിങ്ങൾക്കെല്ലാം അറിയാം. കൊട്ടാരമായാലും വിട്ടേ മതിയാകും കോട്ടയ്ക്കകത്തേക്കും മൃത്യുചൊല്ലും 10,000 നില പൊക്കി പണിഞ്ഞാൽ അതിനുള്ളിലും എന്നെയും കൂടെ ചേർത്ത് പാടാം. അപ്പൊ നിങ്ങൾക്കൊരു സന്തോഷമായിക്കോട്ടെ. വണ്ണം പെരുത്താലും മണ്ണി നീരയാതെ. എന്തോ ഒരു സന്തോഷം. അങ്ങോട്ട് നോക്കിക്കേ. എനിക്കറിയാം ഇതെല്ലാം കുരുക്കാന്ന്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞു. എന്തൊരു സന്തോഷം. വണ്ണം പെരുത്താലും മണ്ണി നീരയാതെ കണ്ണിന്റെ ഭംഗിയും മായ മായ. വണ്ണം പെരുത്താലും മണ്ണി നീരയാതു കണ്ണിന്റെ ഭംഗിയും മായ മായ. 10,000 നീല പൊക്കി പണിഞ്ഞാലും അതിനുള്ളിലും മൃത്യു കയറി ചെല്ലും. ചെറ്റപ്പൂരയതിൽ പാർക്കുന്ന ഭിക്ഷുവോ മുറ്റും മരണത്തിനദീനനായി. അതിലെ ഒടുവിലത്തെ ഒരു വരി ഉപദേശം നല്ല അർത്ഥവത്തായ വരികളാ. ഒടുവിലത്തെ വരി ഇങ്ങനെ, അയ്യോ അയ്യോ എന്നുള്ള അന്ത്യസ്വരമൂർത്തിൽ അയ്യോ എനിക്കൊന്നും വേണ്ടവാരിൽ. ഈ അയ്യോ അയ്യോ എന്നുള്ള അന്ത്യസ്വരം ഓർത്താൽ അയ്യോ എനിക്കൊന്നും. ഞാൻ പകൽ 1-2 കാര്യം ശുശ്രൂഷിച്ചപ്പോൾ സൂചിപ്പിച്ചു. ദൈവത്തിന് മഹത്വം. കുടുംബമല്ലേ? നിങ്ങൾ എന്നേക്കാൾ കുടുംബജീവിതം നന്നായി നയിക്കുന്നവരും ഇരുത്തം വന്നവരും ദീർഘവർഷങ്ങൾ ജീവിക്കുന്നവരുമാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സഹോദരന്മാർക്ക് ഞാൻ പറയുന്ന കാര്യം ചിലപ്പോൾ ഒന്ന് മനസ്സിലായി വരും. ചില കർത്തൃദാസന്മാർക്കും ദൈവമക്കൾക്കും ഒക്കെ പിടികിട്ടും. ഈ ഞാൻ പല വിഷയത്തിലും രക്ഷപ്പെടുന്നത് എൻ്റെ കാര്യമാണേ. പല സന്ദർഭത്തിലും പല വിഷയത്തിലുമൊക്കെ ഞാൻ രക്ഷപ്പെടുന്നത് പഴയ പാട്ട് പാടിയ. അതായത് പഠിക്കാൻ കുറച്ചുകൂടെ. ഒരിക്കലേ ശുശ്രൂഷ കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ പകൽ ആരോ വന്നു. പേരൊന്നും ആരോ അല്ല, എനിക്ക് ആൾക്കാരെയൊക്കെ അറിയാം. വന്ന് എൻ്റെ ഭാര്യയോട് കുരുക്കൊപ്പിച്ചേച്ച് പോയി. ഇത്ര നാളായിട്ട് സുവിശേഷ വേലയാണ്, അയാളുടെ എന്തും വേണ്ട കാശുണ്ട്, ഒരു വീട് പണിയാൻ മേലെ വാടകയ്ക്ക് ഇങ്ങനെ കിടക്കണം. നമ്മുടെ ആൾക്കാരില്ലേ കൊള്ളിക്കാൻ നല്ല സ്ത്രീകളല്ലേ അവര്. നിങ്ങളെപ്പറ്റി വേദപുസ്തകം പഠിപ്പിക്കുന്ന ബലഹീന പാത്രമെന്നാ നിങ്ങൾ അംഗീകരിക്കുകയല്ല, എന്നാലും പുസ്തകത്തിൽ അങ്ങനെ ബലഹീന പാത്രം നിങ്ങൾ അംഗീകരിക്കല്ല. എനിക്കറിയാം, ഇരിപ്പ് കാണുമ്പോൾ അറിഞ്ഞ. അപ്പം ഇപ്പോഴല്ല, വർഷങ്ങൾക്ക് മുമ്പാ ശുശ്രൂഷയൊക്കെ കഴിഞ്ഞ് വന്നപ്പം ഭക്ഷണമൊക്കെ കഴിഞ്ഞ് പതിയെ ന്യൂട്രല് ഇങ്ങനെ ഏതാ ഉണ്ടല്ലോ ഇല്ലേ, നിങ്ങൾക്ക് ആർക്കും ഒന്നും അറിയാനും മേല. വീട് വെക്കുന്ന വിഷയമാണ്. ഞാൻ ഉണ്ട് കേട്ടില്ല. കാരണം 4-ാം സങ്കീർത്തന ഒടുവിൽ ഞാൻ സമാധാനത്തോടെ കിടന്ന് അങ്ങനെ ഉറങ്ങണമല്ലോ. അന്നേരം എന്തെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ ചിലപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാഭാവികമല്ലേ. ഞാൻ വിശ്രമിച്ചു. വെളുപ്പിന് എഴുന്നേറ്റ് പാട്ട് പാടി. പാട്ടും പ്രാർത്ഥന കഴിഞ്ഞ് പിന്നെ എന്നോട് ഇതുവരെ ചോദിച്ചിട്ടില്ല.
നിത്യസൗഭാഗ്യങ്ങൾ അനുഭവിപ്പാൻ. എടാ നീ പാട്ട് പഠിക്ക്, രക്ഷപ്പെടും. നിത്യസൗഭാഗ്യങ്ങൾ അനുഭവിപ്പാൻ സ്വർഗത്തിൽ നമുക്കുള്ള വീടുമതി. നിത്യജീവാമൃതമോദമണൻ അപ്പന്റെ മടിയിൽ വസിക്കരുതോ. വീട് വെക്കരുതെന്നോ വെക്കുകയില്ലെന്നോ കിട്ടുമോ കിട്ടുകയില്ലെന്നുള്ള നല്ല വിഷയം. സ്തോത്രം. ഇങ്ങനെയുള്ള പഴയ പാട്ടുകൾ എൻ്റെ ജീവിതാനുഭവത്തിൽ വളരെ എഫക്റ്റാണ്. ദൈവത്തിന് മഹത്വം. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ പഴയ ശീലുകളൊക്കെ പാടുക പതിവുണ്ട്. ദൈവത്തിന് മഹത്വം. ഞാൻ അധികം ആ ഭാഗം വിവരിക്കുന്നില്ല. ദൈവത്തിന് മഹത്വം. അപ്പോൾ നമ്മൾ ഇവിടെ ജീവിക്കുന്നെങ്കിലും ഇവിടത്തുകാരല്ല, നമ്മൾ അവിടുത്തുകാരാ. ഒരു ദിവസം മരണം നിന്നെ വന്ന് പിടികൂടും. ഏത് മനുഷ്യന്റെ അവസാനം. 2 പുറപ്പാട് പുസ്തകം. എന്താ പുറപ്പാട് പുസ്തകം? ദൈവജനത്തിന്റെ പുറപ്പാടാണ്. അതാണ് പുറപ്പാട് പുസ്തകം. ലേവിയ പുസ്തകം പുറപ്പെട്ട ജനത്തിന്റെ ആരാധനയുടെ ക്രമമാണ്. എന്ന് പറഞ്ഞാൽ ദൈവത്താൽ പുറപ്പെട്ട ജനത്തിന് തോന്നുന്നിടത്ത് ആരാധിക്കാനും തോന്നുന്നത് പോലെ ആരാധിക്കാൻ വ്യവസ്ഥയില്ല. ആരാധനയ്ക്ക് വ്യവസ്ഥയുണ്ട്. അതിൻ്റെ എബ്രായ ലേഖനം 9-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഒരു പദം കൊടുത്തിട്ടുണ്ട്. നമുക്ക് അറിവുള്ള പദമാ, എങ്കിലും ഒന്ന് വായിച്ചു. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ആരാധനയ്ക്കുള്ള ചട്ടം. അപ്പോൾ ആരാധനയ്ക്ക് ചട്ടമുണ്ട്, അതിന്റെ ക്രമമുണ്ട്, അതെല്ലാം ഓർഡറാ. അപ്പോൾ ആരാധന തോന്നിയെടുത്ത് ആരാധിക്കാനും തോന്നുന്നത് പോലെ ആരാധിക്കാൻ വ്യവസ്ഥയില്ല. ആരാധനയ്ക്ക് വ്യവസ്ഥയുണ്ട്. ഇടയ്ക്ക് കയറി പറയാം, ആരെ ആരാധിക്കണം? യേശു ക്രിസ്തുവിനെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്? മനുഷ്യനെ ആരാധിക്കരുത്, മൃഗത്തെ ആരാധിക്കരുത്. പറവജാതി, ഇടജാതി, മൃഗജാതി, പൂജര ഗേജര വസ്തുക്കൾ, കല്ല്, മരം, ഇരുമ്പ്, തൂണ്, തുരുമ്പ്, ആമൻ, പുല്ല്, വൈക്കോൽ, ഇതിനെയൊന്നും ആരാധിക്കരുത്. മൃഗത്തെ ആരാധിക്കരുത്, പറവജാതി ആരാധിക്കരുത്, മനുഷ്യനെ ആരാധിക്കരുത്, സൂര്യനെ ആരാധിക്കരുത്, ചന്ദ്രനെ ആരാധിക്കരുത്, നക്ഷത്രത്തെ ആരാധിക്കരുത്, ഒന്നിനെയും ആരാധിക്കരുത്. ആരാധിക്കുന്ന ദൈവത്തെ ആരാധിക്കണം, വേറെ ആരെ ആരാധിക്കരുത്. അപ്പോൾ ആരെ ആരാധിക്കണം? ദൈവത്തെ ആരാധിക്കണം. ആരെ ആരാധിക്കരുത്? വേറെ ആരെ ആരാധിക്കരുത്. ആരാണ് ആരാധിക്കേണ്ടത്? അതൊക്കെ പുസ്തകത്തിലെ വാക്യമാണ്. ശമരിയക്കാരിയും യേശുവായിട്ട് സംഭാഷിച്ചപ്പോൾ ആരാധനാ വിഷയം കയറി വന്നു. അപ്പൊ യേശു ചോദിച്ചു, ഇച്ചിരി വെള്ളം തരാമോ എന്ന്. ഉടനെ ഇവള് ഒഴിവുകേട് പറഞ്ഞു. ഇവള് പറഞ്ഞു, യഹൂദനായിരിക്കുന്ന നീ ശമരിയക്കാരിയായ എന്നോട്. 2 പേരും സംഭാഷിച്ചു. ഈ കിണറ്റിങ്കര നിൽക്കുന്നത് ജീവജലത്തിന്റെ ഉറവാണ്. കിണറ്റിൽ കിടക്കുന്നത് വെള്ളമുണ്ട്. അപ്പൊ കർത്താവ് പറഞ്ഞു, 2 പേരോട് സംസാരിച്ചപ്പോൾ ഇവള് പറഞ്ഞു, കിണർ ആഴമുള്ളതാണ്. കിണർ ഭയങ്കര ആഴമാണ്. നമ്മളും സുവിശേഷമൊക്കെ പറയാൻ നേരത്ത് നമ്മളോട് ചോദിക്കുകയല്ലേ, നിങ്ങൾക്ക് ആഴമുണ്ടോ? ഇല്ല. നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇപ്പം എത്ര നാളായി? ഞങ്ങൾ ഈ ഹോള് വെച്ചിട്ട് അധികം നാൾ ആയില്ല. ആഴമില്ല. ഞങ്ങൾ പണ്ട് മുതലേ ഉള്ളത് ആഴമുണ്ട്. നിങ്ങൾ പെന്തിക്കോസുകാർ ഇതൊക്കെ തുടങ്ങിയിട്ട് എത്ര വർഷമായി? 100 ചില്ലുവാനം അത്ര ഉള്ളല്ലേ. ഞങ്ങൾക്ക് ഭയങ്കര ആഴമാണ്. മുമ്പ് ഞാൻ പറഞ്ഞില്ല, 52 മുതലുള്ള ആഴം. മറ്റേത് എനിക്കൊന്ന് 345 തോന്നല്ലേ? അതാ 345 മുതൽ നല്ല ആഴമാണ്. അങ്ങനെ ഒത്തിരി പേര് പറയുമല്ലോ, ഭയങ്കര ആഴമാണ്. അത് അവളൊന്ന് പറഞ്ഞതിൽ ഭയങ്കര ആഴമാണ്. അപ്പൊ കർത്താവ് ഇവിടെ ക്ലിയറായിട്ട് കൊടുത്തില്ലെങ്കിലും യേശു അവളോട് പറഞ്ഞു, എൻ്റെ ഭാഷയാ, എൻ്റെ കുഞ്ഞനാമേ, ആഴത്തിലൊന്നും വലിയ കഥയില്ല. ആഴത്തിൻ്റെ ബീം പഠിച്ചിരിക്കാതെ ആഴത്ത് വലിയ കഥയില്ല. ആഴത്തിൽ കഥയില്ലെന്നുള്ളതിന് 2 കാര്യം പറഞ്ഞാൽ എൻ്റെ വിഷയമല്ല, അങ്ങ് വിട്ടേക്കാം. ആഴത്തിൽ കാര്യമില്ല. 52-ലെ ആഴവും 345-ലെ ആഴവും. സ്തോത്രം. അങ്ങനെ ഉണ്ടല്ലോ. ഇതിൻ്റെയൊക്കെ ആഴം പറഞ്ഞിരിക്കാതെ ആഴത്തിൽ വലിയ കഥയൊന്നുമില്ല. അതിൻ്റെ കാരണം ഒന്ന്, ഭയങ്കര ആഴമാ, വെള്ളമുണ്ട്, പക്ഷേ കഴമ്പില്ല. ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം ദാഹിക്കും. ഇന്ന് വരെ ഇത് ആണ്ടോടാണ്ട് കോരി കുടിക്കുക, ദാഹം തീർന്നില്ലല്ലോ. എല്ലാ വർഷവും നടന്നും ഉരുണ്ടും നീങ്ങിയും നിരങ്ങിയും ഒക്കെ പോവുക, ഇതുവരെ ദാഹം തീർന്നിട്ടില്ലല്ലോ. ആഴത്ത് വലിയ കാര്യമൊന്നുമില്ല. തന്നെയല്ല, ആഴത്തിൽ കാര്യമില്ലെന്ന് പറഞ്ഞ 2ാമത്തെ കാര്യം, ഇങ്ങോട്ട് വരുന്നവൻ്റെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ വേണം. അതാ അവള് കർത്താവിനോട് പറഞ്ഞു, നിന്റെ ഈ പാത്രമില്ലല്ലോ എന്ന്, നിന്റെ കയ്യിൽ. അപ്പം ഇവിടെ ആഴമൊക്കെയാ, പക്ഷെ കയ്യിൽ എന്തേലും വേണം.
അവർ നേരത്തെ ലിസ്റ്റ് കൊടുക്കും, ഇന്ന ഇന്ന സാധനമൊക്കെ മേടിച്ചോണ്ട് ഇങ്ങോട്ട് വരാവും. എന്നാൽ ഒരു കാര്യം പറയാം, യേശുവിൻ്റെ അടുക്കൽ, ജീവജലത്തിന്റെ ഉറവാകുന്ന യേശുവിൻ്റെ അടുക്കൽ നീ വെറും കൈയായിട്ട് ഇങ്ങ് വന്നാൽ മതി. അരിയും വേണ്ട, തുണിയും വേണ്ട, മണിയും വേണ്ട, കിണിയും വേണ്ട, വാഴക്കൊലയും വേണ്ട, ഏത്തക്കൊലയും വേണ്ട, മെഴുകുതിരിയും വേണ്ട, എണ്ണയും വേണ്ട, ശാമ്പ്രാണിയും വേണ്ട, തിരിയും വേണ്ട, കിരിയും വേണ്ട, നെല്ലും വേണ്ട, മലരും വേണ്ട, അരിയും വേണ്ട, അവലും വേണ്ട, ഉണ്ടശർക്കരയും വേണ്ട, ഒന്നും വേണ്ട, പൂവൻകോഴിയും വേണ്ട, പെടക്കോഴിയും വേണ്ട, ആട് വേണ്ട, കാള വേണ്ട, പോത്ത് വേണ്ട, ഒന്നും വേണ്ട. നീ വെറുതെ ഇങ്ങ് വന്നാൽ മതി. അല്ല, പ്രഭാകം ചോദിച്ചു എന്തോന്നും കൊണ്ട് അങ്ങോട്ട് വരുന്നത്? 6,000 മീക അങ്ങനെ അന്നെഴുതി. എന്തോന്നും കൊണ്ട് അങ്ങോട്ട് വരുന്നത്? വന്നാൽ വല്ലതും ചിലവാകുമോ? 6,6 പെട്ടെന്ന് താള് കീറരുത്, വെപ്രാളം പിടിച്ച് പതുക്കെ വായിച്ചാൽ മതി, ഞാനങ്ങ് ഓടിപ്പോവുകയല്ല. 6,6 എന്തോന്നുകൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന്, എന്തോന്നും കൊണ്ട് ഞാൻ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് അത്യുന്നത ദൈവത്തിന് മുമ്പാകെ കുമ്പിടേണ്ടു. അത്യുന്നതനായ ദൈവത്തിന്റെ മുമ്പാകെ ഞാൻ എന്തോന്നും കൊണ്ട് വന്ന് കുമ്പിടാനാ? ചോദ്യമാ. എന്തോ കൊണ്ടുവരാനാ? എന്തോ കൊണ്ടുവന്നാ ഏക്കും? കൊണ്ടുവന്നാ വല്ലോ ഏക്കുമോ? വായിച്ചേ. ഞാൻ ഹോമയാഗങ്ങളോടുകൂടെ, ഞാൻ ഹോമയാഗങ്ങളോടുകൂടെ, 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാക്കളോടുകൂടെ, 1 വയസ്സ് പ്രായമുള്ള കാളക്കിടാക്കളോടുകൂടെ അവന്റെ സന്നിധിയിൽ ചെല്ലണമോ? എന്തോ കാളക്കിടാക്കളെ കൊണ്ട് ഞാൻ പശുവിനെയും കാളെ ആടിനെയും പോത്തിനെ ഒക്കെ ആയിട്ട് എന്തോ ഗുണമാ? കാരണം 1000 ആട്ടുകൊറ്റൻ. അയ്യോ, 1000 ആട്ടുകൊറ്റൻ. നിങ്ങൾ ഒരാടുമായിട്ട് കയറി ആ ദൈവം പ്രസാദിക്കാൻ. എടാ, മൂന്നാറിലോട്ട് ചെന്ന് പുല്ലുമേട് മുഴുവൻ ആടാ ഉണ്ടാകട്ടെന്ന് പറഞ്ഞപ്പോൾ സകലത് ഉളവാക്കിയ ദൈവത്തിന്റെ അടുക്കൽ നീ ഒരാടുമായിട്ട് എന്നിട്ട് എന്തോ ചെയ്യാനാ? അടുത്ത വാക്യം. 1000 ആട്ടുകൊറ്റന്മാർ. വായിച്ചേ. 1000 ആട്ടുകൊറ്റനിലും 10,000 തൈല നദിയിലും. തൈല നദി. അയ്യോ, ഇഷ്ടം പോലെ തൈല നദി ഒഴുകിക്കൊണ്ടിരിക്കുക. അന്നേരം നിന്റെ ഇമ്മിണി വെളിച്ചെണ്ണ വേണോ? ഇത് വീട്ടിൽ ആട്ടിയതാണ്. പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. കഥയാ അത് നിർമ്മിത കഥയാകാനും സാധ്യതയുണ്ട്, എന്നാലും ആശയമുണ്ട്. എഴുത്തച്ഛൻ തിന്നേരിക്കുക ചാരുകസേന. കഥയാന്നേ. തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, മലയാള ഭാഷയുടെ പിതാവെന്നല്ലയോ. അദ്ദേഹം ചാരുകസേര ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ നമ്പ്യാര്, കലക്കത്ത് കുഞ്ചൻ നമ്പ്യാര്, ഫലിത സാമ്രാട്ട, അദ്ദേഹം ശിഷ്യനുമായിട്ട് പോയി. അപ്പം എന്നെ പഠിപ്പിച്ച സാറ് പറഞ്ഞതാ, പാപ്പ സാറ് പറഞ്ഞ കഥയാണ്. അപ്പോൾ വാതുക്കെ കൂടെ പോയപ്പോൾ എഴുത്തച്ഛനെ ഒന്ന് ഇകഴ്ത്താൻ വേണ്ടി, കാരണം പുള്ളി ചക്കാല നായർ നമ്പ്യാര് പോയപ്പോൾ പുള്ളി തിണ്ണയിലിരിക്കുന്ന കണ്ടം. അപ്പോൾ നമ്പ്യാര് ശിഷ്യനോട് പറഞ്ഞു, എടാ, ശിഷ്യൻ ഇതാരാന്നൊന്നും അറിയത്തില്ല. ശിഷ്യനോട് പറഞ്ഞ് അങ്ങോട്ട് ചെന്ന് ഇച്ചിരി പിണ്ണാക്ക് ചോദിക്കാം. ഇച്ചിരി പിണ്ണാക്ക്. ഇവനിതറിയാതെ അങ്ങോട്ട് ചെന്നേച്ച് എഴുത്തച്ഛൻ ഇരിക്കുക. എഴുത്തച്ഛനോട് ചെന്ന് പറഞ്ഞ് ഇച്ചിരി പിണ്ണാക്ക് തരാൻ. പുള്ളിയെ ചക്കാല നായരല്ലേ, പിണ്ണാക്ക് വേണമെന്ന്. അപ്പൊ പുള്ളി ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട് ഇവിടാന്ന് പറഞ്ഞു. അപ്പൊ നമ്പ്യാര് വെളിയിൽ നിന്ന് പറഞ്ഞു, എടാ, ആട്ടാൻ തുടങ്ങിയതേ ഉള്ളൂ, ഇനി പോയി ചില സമയം എടുക്കുമെന്ന്. ആട്ടാൻ തുടങ്ങിയതേ ഉള്ളൂ, സമയം എടുക്കും. നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഞാൻ പറഞ്ഞത് എന്തോന്നും കൊണ്ട് ചെല്ലാനാ? 1000 തൈലനദി, ആട്ടുകൊറ്റന്മാരും തൈലനദി ഒഴുക്കുന്നവൻ ആ ദൈവം. ആ ദൈവത്തിന്റെ ഒക്കെ നീ ഇച്ചിരി തൈലവുമായിട്ട് ഒരാടുമായിട്ട് എന്നിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അടുത്ത വാക്യമായിര്. എന്റെ അതിക്രമത്തിന് വേണ്ടി ഞാൻ എന്റെ ആദിജാതനെയും, ഞാൻ ചെയ്ത പാപത്തിന് വേണ്ടി എന്റെ ഉദരഫലത്തെയും കൊടുക്കണമോ? ഉദരഫലത്തെ എന്തിനാ പിള്ളേരെ കണ്ടിക്കുന്നത്? എന്തിനാ മനുഷ്യക്കുരുതി? എന്തിനാ മനുഷ്യനെ കണ്ടിക്കുന്നത്? അങ്ങനെ മനുഷ്യനെ കുരുതി കൊടുത്താൽ പ്രസാദിക്കുന്ന ഏത് ദൈവമാ? ആണ്ട കുമ്പനാടിനപ്പുറം എലന്തൂർ ഒരു തള്ള വേറൊരു തള്ളയെ കണ്ടിച്ചു, ഭർത്താവിടെ കൂടിയാന്നാ പറഞ്ഞത്. വായിച്ചില്ലേ? അവരുടെ പേര് ഞാനങ്ങ് മറന്നുപോയി. ഞാനങ്ങ് അല്ല, ഇതിൻ്റെ ഒന്നും ഓർക്കാതിരിക്കുന്ന നല്ലത്. ന്യൂട്രി കൊണ്ടുവന്നിച്ച് വേറൊരു സ്ത്രീയെ കണ്ടിച്ചെന്ന് ദൈവം പ്രസാദിക്കുമെന്നും പറഞ്ഞു. മനുഷ്യക്കുരുതി കൊടുത്താൽ ആരാ പ്രസാദിക്കുന്നത്? ഒരു ദൈവം പ്രസാദിക്കുകയല്ല. അങ്ങനെ വല്ല പ്രസാദം കിട്ടുമെന്ന് നിനക്ക് മോഹമുണ്ടെങ്കിൽ ഇന്ന് രാത്രി അത് വിട്ടേക്കണം. മനുഷ്യന്റെ കുരുതിയൊന്നും ദൈവം ഇഷ്ടപ്പെടുന്നില്ല. മനുഷ്യന്റെ രക്തവും ദൈവം ഇഷ്ടപ്പെടുന്നില്ല.
രക്തദാഹിയായ ഒരു ദൈവം അല്ലെന്ന്. ഈ ദൈവത്തിന്റെ പ്രത്യേകത അവിടുത്തെ രക്തം നമുക്ക് വേണ്ടി ചീന്തി തരിക, അല്ലാതെ മനുഷ്യന്റെ രക്തം അങ്ങോട്ട് മേടിക്കുകയല്ല. വത്സ, നീ അവനെ പടല് കണ്ടിച്ചോണ്ട് വാ വത്സ, ഞാൻ നിന്നിൽ പ്രസാദിക്കുമെന്ന് പറഞ്ഞ് വത്സൻ ഇങ്ങനെ കൊടുവാളുമായിട്ട് ഓടുക പടല് കണ്ടിക്കാൻ. കാരണം വത്സനിൽ മറ്റേ പുള്ളി പറഞ്ഞ വത്സൻ ഇഞ്ഞ് കണ്ടിച്ചോണ്ട് വാ വത്സ, ഞാൻ അങ്ങനൊന്നും പ്രസാദിക്കുകയല്ല. തൈല നദി ഒടുക്കുന്നവനാ ദൈവം. ആട്ടുകൊറ്റൻ 1000 ആട്ടുകൊറ്റന്മാരും കാളക്കിടാക്കണം. ഇതൊന്നും ദൈവത്തിന് വേണ്ടെന്ന്. നിന്റെ കോഴിയും വേണ്ട, ആടും വേണ്ട, പൂച്ചയും വേണ്ട, പോത്തും വേണ്ട, ഒന്നും ദൈവത്തിന് വേണ്ട. അടുത്ത വാക്യം വായിര്. മനുഷ്യ നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിപ്പാനും ദയാതൽപരനായിട്ടിരിപ്പാനും നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ താഴ്മയോടെ നടപ്പാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നു. ദൈവത്തിന് ആവശ്യമില്ല. നീ ദൈവസന്നിധി താഴ്മയോടെ നിന്ന് അവൻ നിനക്ക് നല്ലത് കാണിച്ചു തന്നു. എന്തുവാ കാണിച്ചു തന്നിരിക്കുന്നത്? കാൽവരിയിൽ ഒരുവൻ നമുക്ക് വേണ്ടി ജീവനെ തന്നിരിക്കുന്നു. അതാ കാണിച്ചു തന്നിരിക്കുന്നത്. ആ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് ദൈവയോടെ, ന്യായത്തോടെ, നീതിയോടെ, വിശുദ്ധിയോടെ നീ ജീവിക്ക്. അതാ ദൈവം നിന്നെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആ ഭാഗം അങ്ങ് വിടുക. ആരാധനയ്ക്ക് പ്രമാണമുണ്ട്, ആരാധനയ്ക്ക് ചട്ടമുണ്ട്. അതാണ് ലേവ്യ പുസ്തകം. സംഖ്യാ പുസ്തകം പകലോർപ്പിച്ചല്ലോ കണക്കെടുക്കുന്ന പുസ്തകമാണ്. 2 സ്ഥലത്ത് വെച്ച് ഇവരെ എണ്ണി കണക്കെടുത്ത് തിട്ടപ്പെടുത്തി. ആ ആവർത്തന പുസ്തകം പുതിയ കാര്യമൊന്നുമില്ല, പഴയ കാര്യം ഒന്നുകൂടെ ഓർപ്പിക്കുക. അതാ പേര് ആവർത്തനം എന്ന് പറഞ്ഞാൽ ദൈവം നിന്നെ നടത്തിയ വിധമെല്ലാം നീ ഓർക്കണം. ഓർത്തോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം. അതാ ആവർത്തന പുസ്തകം. ആവർത്തന പുസ്തകത്തിലെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇസ്രായേലെ കേൾക്ക, ഇസ്രായേലെ ശ്രദ്ധിക്ക, ഇസ്രായേലെ ചെവി തരുക, ഇസ്രായേലെ മറക്കരുത്, ഇസ്രായേലെ ചെവി ചായ്ക്ക, ഇസ്രായേലെ ശ്രദ്ധ വെച്ച് കേൾക്കുക, ഇസ്രായേലെ ഓർക്കുക, ഇസ്രായേലെ പൂർവ്വ ദിവസങ്ങൾ ഓർക്കുക എന്ന് പറഞ്ഞാൽ ദൈവം തമ്പുരാൻ നടത്തിയ വിധങ്ങളും വഴികളും മറന്നു പോകാതെ ഓർത്തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. സങ്കീർത്തനക്കാരൻ പാടുക, നമ്മുടെ താഴ്ചകൾ നമ്മെ ഓർത്തവൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഏകനായി മഹാത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നവൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. സകല ജഡത്തിനും ആഹാരം നൽകുന്നവൻ അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ദൈവത്തിന് സ്തോത്രം ചെയ്യുവീ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഓർത്തോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക. കാലം മുഴുവൻ നീ കൈവിടാതെന്നെ കൺമണി പോലെ കാത്തു കൃപയീ. കാലം മുഴുവൻ നീ കൈവിടാതെന്നെ കൺമണി പോലെ കലങ്ങിയുള്ളം നീറും നേരം അരികിൽ വന്നേകി ആശ്വാസം അരികിൽ വന്നേകി. മമ മണാള നിൻ പ്രേമത്താലേ, മമ മണാള നിൻ പ്രേമത്താലേ നിറയുന്നേ ഉള്ളം ഇന്നേരം നിറയുന്നേയൻ. അതിശയമേ യേശുവിൻ സ്നേഹം ആനന്ദമേ ആയതി ധ്യാനം. ഇന്ന് രാത്രി ദൈവം ചെയ്ത ഉപകാരങ്ങൾ, നന്മകൾ ഓർത്തോർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കണം.